أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا أجئتنا لتعفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون. فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا بل هو ما استعجلتم به ريح فيها عذاب أليم تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുക, അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്വർഗവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അഹ്ഖാഫിലെ 21 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ തുടർന്നുള്ള 4 ആയത്തുകളാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ഖാഫിൽ താമസിച്ചിരുന്ന ആദ് സമൂഹം, ആ ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം, ഏതൊരു പ്രവാചകനെ പോലെ ഹൂദ് നബിയും തൻ്റെ ജനതയോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഭയാനകരമായ ശിക്ഷ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തെ താക്കീത് ചെയ്തപ്പോൾ ആദ് സമൂഹം സ്വീകരിച്ച നിലപാടുകളും അത് കാരണത്താൽ അവർക്കുണ്ടായ ശിക്ഷകളൊക്കെയാണ് തുടർന്നുള്ള ചില ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തോട് അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളുടെ മേൽ വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന താക്കീത് നൽകിയപ്പോൾ ആ ആദ് സമൂഹം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത മറുപടിയാണ് 22ാമത്തെ ആയത്ത്. ഖാലൂ, അവർ പറഞ്ഞു, അവർ ഹൂദ് നബി അലൈഹിസ്സലാമിനോട് തിരിച്ചങ്ങോട്ട് പറയാ, അജിഇതന ജാഅ വന്നു, അജിഇതന നീ ഞങ്ങളിൽ വന്നിരിക്കുകയാണോ, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണോ, ലിതഅഫികന
നീ ഞങ്ങളെ തെറ്റിച്ചു വിടുവാൻ വേണ്ടി, നീ ഞങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണോ നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? എന്തിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി? അൻ ആലിഹത്തിന, ആലിഹത്ത് ഞങ്ങളുടെ, ആലിഹത്തിന ഞങ്ങളുടെ ഇലാഹ്, അൻ ആലിഹത്തിന ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന്, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണോ ഹൂദേ നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നത്, ഞങ്ങളെ നീ ഉപദേശിക്കുന്നത്? ഈ പരിഹാസത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ട് അവർ ചോദിച്ചത്, ഇൻ കുൻത, ഹൂദേ നീയാണെങ്കിൽ, മിനസ്വാദിഖീന സത്യം പറയുന്നവരിൽ പെട്ടവരാണെങ്കിൽ, ഫഅ്തിന നീ ഞങ്ങൾക്ക് കൊണ്ടുവാ, നീ ഞങ്ങൾക്ക് കൊണ്ടുവാ, ഫഅ്തിന നീ ഞങ്ങൾക്ക് കൊണ്ടുവരിക, ബിമാ തഇദുന നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്, നീ ഞങ്ങളോട് പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഭയാനകരമായ വമ്പിച്ച ശിക്ഷയുണ്ട് എന്നൊക്കെയല്ലേ? അതുകൊണ്ട് ഫഅ്തിന ബിമാ തഇദുന നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതിനെ നീ കൊണ്ടുവരിക. ഇൻ കുൻത നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ സിദ്ഖ് സത്യം, സ്വാദിഖ് സത്യം പറയുന്നവൻ, സ്വാദിഖീൻ സത്യം പറയുന്നവർ, മിനസ്വാദിഖീന സത്യം പറയുന്നവരിൽ പെട്ടവനാണ് നീയെങ്കിൽ നീ എന്ത് ചെയ്യുക? നീ ആ പറഞ്ഞ ആ താക്കീത് ചെയ്ത ആ ശിക്ഷയില്ലേ, ആ ശിക്ഷ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവന്ന് തരിക, ഞങ്ങൾ അതൊന്ന് കാണട്ടെ എന്ന് ധിക്കാരത്തിന്റെ വർത്തമാനമാണ് ആ ആദ് സമൂഹം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന് നൽകിയത്. ഖാലൂ അജഅതനാ ലിതഅഫികനാ അൻ ആലിഹതിനാ, അവർ പറഞ്ഞു ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന്, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ? ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ്വാദിഖീൻ, എന്നാൽ നീ ഞങ്ങളോട് ചെയ്യുന്ന ഈ വാഗ്ദാനം, ഞങ്ങളോട് ചെയ്യുന്ന ഈ താക്കീദിന്റെ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ എന്ന ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് കൊടുത്ത മറുപടി 23-ാമത്തെ ആയത്തിൽ, ഖാല ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വഉബല്ലിഗുകും മാ ഉർസിൽതു ബിഹി വലാകിന്നി അറാകും ഖൗമൻ തജ്ഹലൂൻ. നീ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ ഞങ്ങൾക്കൊന്ന് കാണട്ടെ, ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ, അതിങ്ങോട്ട് വരട്ടെ. എക്കാലവും ശത്രുക്കൾ പറയാറുള്ളത് ഇത്തരത്തിൽ വെല്ലുവിളികളാണ്. അതൊന്ന് കാണട്ടെ ഞങ്ങൾ നീ പറഞ്ഞ സത്യമാണെങ്കിൽ. ആ സമയത്ത് ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, ഖാല ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നമൽ ഇൽമു തീർച്ചയായും, തീർച്ചയായും അൽ ഇൽമു വിജ്ഞാനം ഇൻദല്ലാഹ് അല്ലാഹുവിങ്കലാണുള്ളത്. നിങ്ങൾ പറയുമ്പോ ശിക്ഷ അയക്കാൻ ഞാൻ പ്രവാചകൻ മാത്രമാണ്. എല്ലാത്തിൻ്റെയും അറിവ് എപ്പോഴാണത് നൽകേണ്ടത്, അതേത് ശിക്ഷയാണ് നൽകേണ്ടത്, അത് എങ്ങനെയാണ് നൽകേണ്ടത്, എല്ലാ അറിവുകളും ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കലാണ്. വഉബല്ലിഗുകും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, മാ ഉർസിൽതു ബിഹി ഞാൻ ഏതുമായി അയക്കപ്പെട്ടുവോ, മാ ഒന്നിനെ ഞാൻ എത്തിച്ചു തരുന്നു, ഉർസിൽതു ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു, ബിഹി ആ ഒന്നുകൊണ്ട്, ഏതൊന്നുകൊണ്ട് എന്നെ അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. അത് മാത്രമേ എൻ്റെ ബാധ്യതയുള്ളൂ. എനിക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന ദിവ്യ സന്ദേശം, ആ സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു, അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നു. അതല്ലാതെ നിങ്ങൾ പറയുമ്പോ ആ ശിക്ഷ ഇറക്കി തരാനൊന്നുമുള്ള കഴിവ് എനിക്കില്ല. അതെല്ലാം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കലാണ് എന്ന മറുപടി മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം നൽകിയിട്ട് പിന്നീട് പറഞ്ഞത്, വലാകിന്നി പക്ഷേ ഞാൻ അറാക്കും നിങ്ങളെ കാണുന്നു, ഞാൻ കാണുന്നുക്കും നിങ്ങളെ, ഖൗമൻ ഒരു ജനതയായി, ഒരു സമൂഹമായി, തജ്ഹലൂൻ ഒന്നും തിരിയാത്ത, ഒന്നും അറിയാത്ത വിഡ്ഢികളായ ഒരു ജനതയായി നിങ്ങളെ ഞാൻ കാണുന്നു. നിങ്ങൾ വെറും വിഡ്ഢികൾ മാത്രമാണ്, വിഡ്ഢികളായ ജനതയായി നിങ്ങളെ ഞാൻ കാണുന്നു എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് മറുപടി നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം, പക്ഷേ ആ ഉപദേശം സ്വീകരിക്കേണ്ടതിന് പകരം അവരിൽ നിന്നുണ്ടായ ധിക്കാരത്തിന്റെ പ്രതികരണത്തിന്റെ ചുരുക്കമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ 2 ആയത്തുകളിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അവർ ഈ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ, അംഗീകരിക്കാതെ വന്നപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ശിക്ഷയെക്കുറിച്ചാണ് അടുത്ത ആയത്ത്.
എവിടെ നീ പറഞ്ഞ ശിക്ഷ? നീ സത്യവാനാണെങ്കിൽ അത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന വർത്തമാനം പറഞ്ഞപ്പോ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ശക്തമായ ശിക്ഷ അങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. ഏതാണ് ആ ശിക്ഷ? فَلَمَّا رَأَوْهُ عَارِضًا مُسْتَقْبِلَ أَوْدِيَتِهِمْ فَلَمَّا رَأَوْهُ അങ്ങനെ അവർ അത് കണ്ടപ്പോൾ, അവർക്ക് വരുന്നത് ശിക്ഷയാണ്. പക്ഷേ ആ ശിക്ഷ പിന്നെ ചക്രവാളത്തിൽ ഒരു കാർമേഘം ഇങ്ങനെ സുന്ദരമായി നല്ല ഒരു മഴയായി വരുന്നത് അതിന്റെ സൂചനകളായി അവർ കാണുകയാണ്. യഥാർത്ഥത്തിൽ അത് ശിക്ഷയാണ്. ആ ശിക്ഷ അവർ കണ്ടപ്പോ ആരിലൻ വെളിപ്പെടുന്നതായി അവർ കണ്ടു. മുസ്തഖ്ബിലുൻ മുന്നിട്ട് വരുന്ന, അവരിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാർമേഘമായിട്ട് അവര് കണ്ടപ്പോ, എവിടെ ഔദിയതിഹിം അവരുടെ തായ്വാരങ്ങളെ അഭിമുഖീകരിച്ച് ശക്തമായ മേഘമായി അവർ കണ്ടപ്പോ വല്ലാത്ത സന്തോഷമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അത് ശിക്ഷയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവർ പറയുകയാ, ഖാലൂ അവര് പറഞ്ഞു, ഹാദാ ആരിളുൻ ഖാലൂ അവര് പറഞ്ഞു, ഹാദാ ഇത് ആരിളുൻ വെളിപ്പെടുകയാണ്, മുംതിറുന നമുക്ക് മഴ നൽകുന്ന ഒരു മേഘമായി ഇതാ വെളിപ്പെടുന്നു. മേഘം വെളിപ്പെടുകയാണ്, നമുക്ക് മഴ പെയ്യാൻ പോവുകയാണ്. മഴയില്ലാതെ കഷ്ടപ്പെടില്ലേ നമ്മൾ, വെള്ളമില്ലാതെ. അതുകൊണ്ട് മഴയായി ഇതാ വെളിപ്പെട്ടു വരുന്നു എന്നവര് പറഞ്ഞു. പക്ഷേ അള്ളാഹു പറയാ, ബൽ പക്ഷേ ഹുവ അത് മസ്തഅജൽതും നിങ്ങൾ ധൃതി കൂട്ടിയതാണ്. ബിഹി ആ ഒന്നുകൊണ്ട്. നിങ്ങൾ നേരത്തെ ധൃതി കൂട്ടി പറഞ്ഞില്ലേ, എന്തേ നീ പറഞ്ഞ ശിക്ഷ വരാത്തത്? അതെവിടെയാണ്? അതെന്താ അങ്ങോട്ട് ഇറങ്ങാത്തത് എന്നൊക്കെ. ഫഅ്തിനാ ബിമാ തഇദുനാ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന ആ ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നു തരിക എന്ന് നിങ്ങൾ ധൃതി കൂട്ടിയില്ലേ. മസ്തഅജൽതും ബിഹി നിങ്ങൾ ഏതൊന്നു കൊണ്ടാണോ ധൃതി കൂട്ടിയത്, ആ ധൃതി കൂട്ടിയതാണത്. റീഹും ഫീഹാ റീഹ് കാറ്റ്, റീഹുൻ ഒരു കാറ്റ്, ഫീഹാ അതിലുണ്ട്, അദാബ് ശിക്ഷ, അലീമുൻ വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു ഭയങ്കരമായ കാറ്റാണത്. നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയൊന്നുമല്ല, അതിശക്തമായിരിക്കുന്ന ശിക്ഷയാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ മഴയാണ് ലഭ്യമാവുക എന്ന്. പക്ഷേ ആ ആദ് സമൂഹം ഹൂദ് നബി അലൈഹിസ്സലാമിനോട്, എവിടെ നിന്റെ ശിക്ഷ, നീ ഞങ്ങളോട് പറഞ്ഞ ശിക്ഷ എവിടെയാണ് എന്ന് അവർ വെല്ലുവിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശിക്ഷയായിരുന്നു അത്. അദാബുൻ അലീം, വേദനാജനകമായ താങ്ങാൻ കഴിയാത്ത ഒരു കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പറഞ്ഞയച്ചു. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ തുദമ്മിറു അത് തകർത്ത് കളയും, അത് നാവാവശേഷമാക്കും, കുല്ല ശൈഇൻ എല്ലാ വസ്തുവേയും ആ കാറ്റ് എല്ലാം നശിപ്പിച്ചു കളയും. ബിഅംരി റബ്ബിഹാ അതിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം, ആ കാറ്റിനെ നിയോഗിച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം എല്ലാത്തിനെയും തകർത്തെറിയുന്ന കാറ്റിനെയാണ് അല്ലാഹു പറഞ്ഞയച്ചത്. ഫഅസ്ബഹു എന്നിട്ട് അവർ രാവിലെയായി തീർന്നു. നേരം വെളുത്തപ്പോ ലാ യുറാ കാണപ്പെടാത്ത വിധമില്ല മസാകിനഹും അവരുടെ താമസ സ്ഥലം അല്ലാതെ ബാക്കി ഒന്നും കാണാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാറ്റിനെ പറഞ്ഞയക്കുകയും എല്ലാം അല്ലാഹു തആല നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീത്. കദാലിക ഇതെല്ലാവർക്കുള്ള മുന്നറിയിപ്പാണ്. അള്ളാഹിനെ പരിഹസിച്ച് ധിക്കരിച്ച് ഞാൻ തന്നെ മതി, കാരണം എനിക്ക് സ്വന്തമായി ജീവിക്കാൻ എൻ്റെ സമ്പത്തും എനിക്ക് നല്ല ജോലിയും എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് എന്നുള്ള വീമ്പിളക്കുന്ന എല്ലാ ആളുകൾക്കും
അള്ളാഹുവിനെ പരിഹസിക്കുന്ന, റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുന്ന, ആയത്തുകളെ നിഷേധിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഒരു താക്കീതാണ് ഈ ആയത്തിന്റെ അവസാനം. കദാലിക അപ്രകാരം തന്നെയാണ് നജ്സി നാം പ്രതിഫലം നൽകുക അൽ ഖൗമൽ മുജ്രിമീൻ കുറ്റവാളികളായ എല്ലാ ജനതക്കും. അള്ളാഹനെ ധിക്കരിച്ച് നടക്കുന്ന, കുറ്റം ചെയ്തുകൊണ്ട് തോന്നിവാസം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എല്ലാ ജനതക്കും ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുക എന്ന മുന്നറിയിപ്പോടുകൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 25-ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു പറയുന്നുണ്ട്, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാം, 7 രാവും 8 പകലും നീണ്ടു നിൽക്കുന്ന അതിശക്തമായ കൊടുങ്കാറ്റ് ആ ആദ് സമൂഹത്തെ മുഴുവനും ഇല്ലാതെയാക്കി. അള്ളാഹുവിന്റെ അതിശക്തമായ ശിക്ഷ, അവർ വെല്ലുവിളിച്ച ശിക്ഷ അവർക്ക് വന്നു. 22, 23, 24, 25 ആയത്തുകളാണ് നാം പഠിച്ചത്. എന്താണ് അള്ളാഹു ആ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്? ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഖാലൂ അജിഅ്തനാ ലിതഅഫികനാ അൻ ആലിഹതിനാ. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമൂഹത്തെ അള്ളാഹുവിങ്കലേക്ക് ക്ഷണിച്ചപ്പോ ആദ് സമൂഹം പറഞ്ഞു, ഞങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ ഹൂദേ? ഫഅ്തിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ആദ് സമൂഹം ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്നാൽ നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന, താക്കീത് ചെയ്യുന്ന ശിക്ഷയുണ്ടല്ലോ, അദാബ യൗമിൻ അലീം, ആ ശക്തമായ ശിക്ഷ ഭയപ്പെടുന്നു എന്നല്ലേ ഹൂദേ നീ പറഞ്ഞത്? അതുകൊണ്ട് നീ താക്കീത് ചെയ്യുന്ന ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരിക. നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ഞങ്ങൾ അതൊന്ന് കാണട്ടെ. ഈ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ ഹൂദ് നബി അലൈഹിസ്സലാം അവർക്ക് കൊടുത്ത മറുപടി, എല്ലാം എനിക്കറിയാം, നിങ്ങൾ പറയുന്ന സമയത്ത് ശിക്ഷ അയക്കാൻ എനിക്ക് കഴിയും എന്നല്ല. മറിച്ച് ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തീർച്ചയായും അതിന്റെ അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാണ്. എപ്പോഴാണ് ശിക്ഷ ഉണ്ടാവുക? അതിന്റെ വിവരമെല്ലാം അള്ളാഹുവിങ്കൽ മാത്രമാണ്. വ ഉബല്ലഗുകും മാ ഉർസിൽതു ബിഹി, ഏതൊന്നുമായി എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് ഞാൻ ചെയ്യുന്നത്. വലകിന്നി അറാകും ഖൗമൻ തജ്ഹലൂൻ, ഏറ്റവും വിവരമില്ലാത്ത ഒരു ജനതയായി നിങ്ങളെ ഞാൻ കാണുന്നു. വിവരമില്ലാത്ത ഒരു സമൂഹമായി. ഒരുപാട് ശിക്ഷ മുൻഗാമികൾക്കെല്ലാം നൽകിയിട്ടുണ്ട്, അതെല്ലാം അറിയിച്ചു തന്നിട്ടും ഇങ്ങനെ ചോദിക്കുന്ന നിങ്ങൾ ഏറ്റവും വിവരമില്ലാത്ത, വിഡ്ഢിത്തം ചെയ്യുന്ന ഒരു സമൂഹമായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നത്. ഫലമ്മാ റഅൗഹു ആരിലം മുസ്തഖ്ബില ഔദിയതിഹിം, അങ്ങനെ ആ ശിക്ഷ തങ്ങളുടെ തായ്വാരങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു മേഘമായി അങ്ങ് കണ്ടപ്പോ, ഖാലൂ ഹാദാ ആരിദും മുംതിറുനാ, അവർ പറഞ്ഞത്, ഇതാ നമുക്ക് മഴ നൽകുന്ന മേഘം വെളിപ്പെട്ടിരിക്കുന്നു, മഴയാണ് വരുന്നത് എന്നവർ പറഞ്ഞു. ബൽ ഹുവ മസ്തഅജൽതും ബിഹി റിഹും ഫീഹാ അദാബുൻ അലീം, അത് മഴ നൽകുന്ന മേഘമൊന്നുമല്ല, പക്ഷേ അത് നിങ്ങൾ ഏതൊന്നിനെ പറ്റിയാണോ ധൃതി കൂട്ടിയത്? ശിക്ഷ വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ശിക്ഷ എവിടെ കൊണ്ടുവരൂ എന്നല്ലേ നിങ്ങൾ ധൃതി കൂട്ടിയത്? ആ ധൃതി കൂട്ടിയ അതാണ്, അഥവാ വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഭയങ്കരമായ കാറ്റാണ്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും. ആ കാറ്റ്, ആ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഭയാനകരമായ കാറ്റ്, അതിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം എല്ലാ വസ്തുക്കളെയും അങ്ങ് തകർത്തു നശിപ്പിച്ചു കളയും. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും, അങ്ങനെ അവർ പ്രഭാതവേളയിൽ അവരുടെ താമസ സ്ഥലങ്ങളല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത വിധത്തിലാക്കി തീർത്തു. ഒന്നും കാണാതെ, അവരുടെ താമസ സ്ഥലമല്ലാതെ മറ്റൊന്നും കാണാത്ത വിധം എല്ലാം അങ്ങനെ അവശേഷമാക്കി. കദലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികളായ ജനതക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കുന്നു. കുറ്റവാളികളായ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഇങ്ങനെയാണ് നാം ശിക്ഷ നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പഠിക്കുക, ഇത്തരം താക്കീതുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, അല്ലാഹുവിങ്കലേക്ക് മടങ്ങുക.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.